തുടരുന്നു. ശ്രീ കമാൽ പാഷ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതയെന്നോ സംസ്ഥാന പാതയെന്നോ വ്യത്യാസമില്ലാതെ കുഴികളും ഗതാഗത കുരുക്കുമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൗരൻ്റെ അവകാശമാണ്, ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശമാണ്. പക്ഷേ എന്ത് ചെയ്യാം, റൂട്ടിലിറങ്ങിയാൽ എപ്പോൾ ആണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ ആരെ പഴിക്കണം? അതിപ്പോ പഴിക്കേണ്ടത് നമുക്കിപ്പോ പറയാവുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ആ പണി ചെയ്യുന്ന കോൺട്രാക്ടർ അത് ഗവൺമെന്റിനെ നമുക്ക് പറയണം. ഇവിടുത്തെ PWD ആയാലും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതായാലും NHRA ആയാലും ഈ NHA ആയാലും ഇത് ഇവരുടെ വലിയ കെടുകാര്യസ്ഥതയാണ്. അപ്പൊ ഇതിന് ടോള് പിരിക്കാൻ ഒരു ബന്ധപ്പാടുമില്ല. ഞാൻ തന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ ഇപ്പൊ പേടിച്ച് പോകാറില്ല. തൃശ്ശൂർ പോകാനായിട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇവിടുന്ന് ആ ചാലക്കുടി ഭാഗം വരെ അടുത്ത് വരെ നല്ല സ്പീഡിൽ നമുക്ക് അങ്ങ് പോകാൻ പറ്റി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പണി അങ്ങോട്ട് വരുന്നിടത്ത് ഒരു 3-4 കിലോമീറ്ററാണ് ഇങ്ങനെ വാഹനങ്ങൾ അവിടെ കെട്ടിക്കിടക്കും. വല്ലപ്പോഴും കഴിയും, പിന്നെ കിടക്കും, ഈ രീതിയിൽ പോകുന്നു. എന്നിട്ട് ടോള് പിരിക്കുന്നതിന് ഒരു ബത്തപ്പാടുമില്ല, സൂക്ഷ്മമായിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് അവന്മാര്. അന്ന് തന്നെ ഞാനൊക്കെ ഇത് പ്രതികരിച്ചതാണ്. ഈ ടോൾ പിരിക്കാൻ പാടില്ല ഇതിന്, കാരണം ഈ റോഡിൽ കൂടെ സഞ്ചാര സ്വാതന്ത്ര്യം നമുക്കില്ല, അത് തടസ്സപ്പെടുകയാണ്. ടോള് അതുകൊണ്ട് കൊടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ഹൈക്കോടതി അത് ഇടപെട്ട് ടോള് പിരിപ്പ് മതിയെന്ന് അങ്ങ് നിർത്തി. അത് നിർത്തി കഴിഞ്ഞപ്പോ യവന്മാർ ചെയ്ത പണി എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ കോടതിയോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് അവർ നടത്തുന്നത്. ഇതിന് പണി ബാക്കിയുള്ളിടത്തൊക്കെ അങ്ങ് നിർത്തി യവന്മാരങ്ങ് സ്റ്റോ ചെയ്തു. എന്നിട്ട് അവിടെ പതുക്കെ അവിടെ ഇട്ടേക്കാണ്. അപ്പൊ അവിടെ കുണ്ടുകുഴിയും ഭയങ്കരമായിട്ട് കിടക്കുന്നു. എന്നിട്ട് അവിടെ വാഹനങ്ങൾ കെട്ടിക്കിടക്കാണ്. ഒരു ലൈനിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ ചിലപ്പോൾ തിരിച്ചുവിടും. ഈ പണിയെല്ലാം ചെയ്ത്, കാരണം ഇത് മനഃപൂർവ്വം എന്തായാലും ടോള് പിടിക്കുന്നില്ലല്ലോ, സമ്മതിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കോടതിയെ കാണിച്ചു കൊടുക്കാം, സർക്കാരിനെ കാണിച്ചു കൊടുക്കാം, അതുപോലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പൊ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ. അതുപോലെ കോടതി ഉത്തരവ് ഇങ്ങനെ വന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ അന്ന് മുതൽ അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ കിടന്ന് ഒരു മണിക്കൂറൊക്കെ അവിടെ കിടന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോകാമായിരുന്നു. ഇപ്പൊ ഇന്ന് 4 മണിക്കൂറൊക്കെയാണ് ആളുകൾ കിടക്കേണ്ടത്. ഇപ്പൊ എന്നെ തൃശ്ശൂരിൽ നിന്ന് കാണാനായിട്ട് 2 ദിവസം മുമ്പ് ഒരാള് മെനഞ്ഞാന്ന് വരുന്നെന്ന് പറഞ്ഞു, സാറേ ഒന്ന് വന്നോട്ടെ, സമയമൊക്കെ ചോദിച്ചു. 11 മണിക്ക് വരാമെന്ന് പറഞ്ഞ ഒരാൾ നോക്കിയിരുന്നിട്ട് കണ്ടില്ല. ഞാൻ ഇയാൾ വരികയാലെന്ന് വിചാരിച്ചു. 1:30 ആയപ്പോ അയാൾ വിളിച്ചു, സാറേ ഇപ്പൊ ആലുവായിൽ എത്തിയതേ ഉള്ളൂ, വന്നോട്ടെ എന്ന്. ഇതാണ് സിറ്റുവേഷൻ. ഇത് നമ്മുടെ വിലയേറിയ സമയം നമ്മൾ റോഡിൽ ഇങ്ങനെ പാഴാക്കുകയാണ്. മാത്രമോ വാഹനങ്ങള് നമ്മൾ 15 വർഷത്തെ ടാക്സും കൊടുത്തല്ലേ വണ്ടി വാങ്ങിക്കുന്നേ. എന്നിട്ട് നമുക്ക് റോഡിൽ കൂടെ വാഹനം ഓടിക്കാൻ വയ്യാതെ വന്നാൽ എന്ത് ചെയ്യും? ഇത് എത്രയും വലിയ ബുദ്ധിമുട്ടല്ലേ നമുക്കൊക്കെ, മനുഷ്യർക്കെല്ലാം ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ശ്രീ കമാൽ പാഷ, ഒന്ന് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി ഈ റോഡിലൂടെ, ഈ മണ്ണുത്തി ഇടപ്പള്ളി റോഡിലൂടെ പോയിട്ട് അദ്ദേഹം തന്നെ അമ്പരന്ന് പോയി. ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു 2013-14 കാലം മുതലേ പരാതികളാണ്, ക്രമക്കേടുകളുടെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇവർക്ക് ഇതിങ്ങനെ നിർബാധം തുടരാൻ, യഥാർത്ഥത്തിൽ പിരിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ടോൾ പിരിച്ചും കഴിഞ്ഞു. ജനങ്ങൾക്ക് ഈ റോഡിലൂടെ മര്യാദയ്ക്ക് യാത്ര ചെയ്യാനും കഴിയുന്നില്ല, റിപ്പയറും പ്രോപ്പറായി നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണല്ലോ. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, 300 കോടി രൂപ ടോള് പിരിക്കാനായിട്ട് അതിന് കോൺട്രാക്ട് എടുത്തതിന് ശേഷം 1773 കോടി രൂപ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ പിരിച്ചു കഴിഞ്ഞു ഇവന്മാര്. എന്നിട്ടാണ് ഈ തോന്നിവാസം കാണിക്കുന്നത് ജനങ്ങളുടെ അടുത്ത്. ഇത് ജനങ്ങൾ പ്രതികരിക്കാതെ ഒരു നിവൃത്തിയില്ല. ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട ഒരു കാലം വരികയാണ് ഇനി. 2-3 പ്രശ്നങ്ങളിൽ. ഒന്ന് തെരുവ് വണ്ടി, അത് കൂടാതെ ഇതുപോലെ റോഡിൽ കൂടെ മനുഷ്യന് യാത്ര ചെയ്യാൻ വയ്യ. എന്ത് ചെയ്യാൻ നോക്കും? റോഡ് പണിഞ്ഞ സ്ഥലത്താണെങ്കിൽ ആ പണിഞ്ഞിടത്തോട് ധൈര്യമായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? എപ്പോഴാണ് ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് നമ്മളെ വലിച്ചെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. അല്ലെ സൈഡ് മുഴുവൻ കുന്നുകളെ നമ്മുടെ ദേഹത്തോട്ട് ഇടിഞ്ഞു വീഴുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല. ആ ഭയപ്പാട്, അതിന്റെ കൂടെ ഇതേ പണി. ഇത് ഇവരെന്ന് പറഞ്ഞാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണിത്. ഇത് എന്നാൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഭാഗം റെഡിയാക്കി നല്ല വൃത്തിയാക്കി തന്നതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് പണി നടത്തി അതിന്റെ ഒരു പരുവാകുമ്പോ ഇവിടെ റെഡിയാക്കിക്കൊണ്ട് മറ്റേടം അടയ്ക്കണം. അത് യവന്മാർക്ക് അറിയാൻ വയ്യാത്തൊന്നുമല്ല ഇത്. ഇവിടെ പ്രതികരണശേഷി ഇല്ലാത്ത ജനങ്ങളുണ്ടെന്നുള്ള ഒരു ധാരണയാണ് യവന്മാർക്ക്. ഇത്രയും മുഹൂന്ത യവന്മാർ കാണിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ പാവങ്ങളാണ്, കാരണം ഇവിടെ മര്യാദക്കാരാണ്. നമ്മൾ സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന നമ്മള് പ്രതികരണശേഷിയില്ല നമുക്ക്, അതാ കാര്യം. ഇവിടെ DYFIയും ഇതുപോലെ പിന്നെ യൂത്ത് കോൺഗ്രസും അതും ഇതും എല്ലാം ഉണ്ടല്ലോ. യവന്മാർക്ക് എന്താ പണി? ഇത് ബാക്കിയുള്ളതിനൊക്കെ കൊടി പിടിക്കാൻ ഇറങ്ങുമെങ്കിൽ ഇതിന് ഈ പണിയവനൊക്കെ അടിച്ചു നിരത്തി കൂടെ ഇറങ്ങി തോന്നിവാസം കാണിക്കുന്നുണ്ട് റോഡില്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരാള് ഇന്നാളെ അത് കോടതി വരെ പറഞ്ഞതാണ്, അത് സുപ്രീം കോടതിയിലും പറഞ്ഞു. അയാളെ വളരെ നിരാശനായിട്ട് പറയാണ്, അയാളുടെ ഫാദറിന്റെ ശവസംസ്കാരത്തിന് വരേണ്ടതാണ്. അയാൾ 4 മണിക്കൂർ റോഡിൽ കിടന്നു, അയാൾക്ക് പറ്റുന്നില്ല. അതുപോലെ ഫ്ലൈറ്റ് മിസ്സാവുന്ന എത്ര പേരാണെന്നറിയാമോ?
തൃശ്ശൂരിൽ നിന്നൊക്കെ ഇവിടെ പോകേണ്ട ആളുകൾ, അതായത് ഈ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകേണ്ട വിദേശത്തൊക്കെ പോകേണ്ട ആളുകളൊക്കെ അവര് ഒരു കാൽക്കുലേഷൻ ഇല്ലേ, ഒരു 3 മണിക്കൂർ, സാധാരണ ഈ 1 മണിക്കൂർ പോലും വേണ്ട അവിടെ വരാൻ, എന്നാലും പോട്ടെ ഒരു 3 മണിക്കൂർ അലവൻസ് ഇട്ട് വരും. വന്നു കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് അവര് നോക്കി വന്നാൽ 5 മണിക്കൂർ കൊണ്ട് ഒരു എയർപോർട്ടിൽ എത്തത്തില്ല. എന്ത് ചെയ്യും? ഫ്ലൈറ്റ് പോകുന്ന എത്ര നിരാശരായിട്ട് പോകുന്ന എത്ര പേരുണ്ടെന്നറിയാവും. ഞാൻ തന്നെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊക്കെ രക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് നെടുമ്പാശ്ശേരി പോകാൻ എനിക്ക് ഇതേപോലെ വലിയ തടസ്സങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പോവാം. പക്ഷേ ആ തൃശ്ശൂരിൽ നിന്ന് വരേണ്ട ആളുകളോ, അല്ലെ ഇവിടുന്ന് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പോകണമെങ്കിലോ എന്ത് ചെയ്യും? ഒരു മാർഗവുമില്ല മനുഷ്യന്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും. ഇങ്ങോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തില് നമുക്കൊരു 15 മിനിറ്റ് അധികം ഓടിയാൽ വരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ ഒരു ദിവസം ഞാൻ ഇത് കണ്ടുകൊണ്ട് എറണാകുളം എന്ന് കണ്ട് അതിലേക്ക് ഞങ്ങൾ കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് മുഴുവൻ വലിയ കുഴികളൊക്കെയാണ്. കാരണം എന്ന് ആ റോഡൊന്ന് പണിഞ്ഞ് റെഡിയാക്കി കൊടുത്തിട്ട് ഇവിടെ അടച്ചോളൂ, ഒരു പ്രശ്നമില്ല. അത് ചെയ്താൽ അത് ഇവന്മാര് ചെയ്തില്ലല്ലോ. അത് ചെയ്തിരുന്നെങ്കിൽ അത് മാത്രം മതി ഇത് നന്നാക്കാൻ. അത് നമ്മുടെ സർക്കാരിന്റെ റോഡാണ്, അത് നമ്മുടെ PWDക്ക് ഈ ഉത്തരവാദിത്തമില്ല. അത് കാണുന്നില്ലല്ലോ. ആ റോഡൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ അത് മാത്രം മതിയായിരുന്നു ആളുകൾക്ക് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ സുഖമായിട്ട് അതിൽ കയറി വരാം. അങ്ങോട്ട് പോകാനാണെങ്കിലും ശരി, അത് ഒരു പരുവത്തിന് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ കയറി പോവാം. ഒരു ബ്ലോക്കും ആ റോഡിലില്ല. പക്ഷേ അത് അവർ ശരിയാക്കത്തില്ല. അത് അങ്കമാലിക്ക് അടുത്ത് വന്ന് കയറും ആ റോഡ്. നല്ല സൗകര്യമാണ്. അപ്പൊ അത് അവർ ചെയ്യത്തില്ല, പണിയത്തില്ല അവന്മാര്. എന്നിട്ട് ജനങ്ങളെ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക ഈ തെരുവിൽ. ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത്. ജനം പെരുവഴിയിലാണ്, അവർ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ വലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ് സമഗ്രമായി ഈ വിഷയം പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുകയാണ്. അധികാരികൾ, അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിലും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും കണ്ണു തുറന്നേ പറ്റൂ. ഇങ്ങനെ ജനങ്ങൾ റോഡിൽ അവരുടെ സമയം മുഴുവൻ കളഞ്ഞ് അത്യാവശ്യത്തിന് ഓടിയെത്തേണ്ട മനുഷ്യർ. ഇവിടെ ആംബുലൻസിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. സമയത്ത് ആശുപത്രിയിലെത്താതെ, സമയത്ത് എയർപോർട്ടിലെത്താതെ, സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെത്താതെ ആ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇനി എത്ര കാലം കണ്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.